Hello students, I am Suhaib, ACC athlete, tutor for CMA US and ACC. ഇന്ന് നമ്മൾ CMA US-ലെ പാർട്ട് 2-ലുള്ള സെക്ഷൻ ബി പേപ്പറായിട്ടുള്ള കോർപ്പറേറ്റ് ഫൈനാൻസ് ആണ് നമ്മൾ ഇന്ന് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പേപ്പറാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ കമ്മിങ് ടു ദിസ് കോർപ്പറേറ്റ് ഫൈനാൻസ്, വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള റിയൽ ലൈഫിലും കൂടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പേപ്പറാണ് ഈ കോർപ്പറേറ്റ് ഫൈനാൻസ്. അപ്പോൾ പഠിക്കുന്നതിൽ മാത്രമല്ല, നിങ്ങൾക്കിത് റിയൽ ലൈഫിലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് പേപ്പറാണ് ഈ കോർപ്പറേറ്റ് ഫൈനാൻസ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു കോർപ്പറേറ്റ് ഫൈനാൻസിൻ്റെ ഉള്ളിലുള്ളത്? ഓക്കെ, ഒരു കമ്പനി എങ്ങനെ ഫണ്ട് റേസ് ചെയ്യുന്നു, ഈ കമ്പനി റേസ് ചെയ്ത ഫണ്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെ കീപ്പ് ചെയ്യുന്നു, ഈ ഫണ്ട് നല്ലപോലെയാണ് യൂസ് ചെയ്യുന്നത്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ യൂസ്ഫുൾ ആവുന്നുണ്ടോ, ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റിംഗ്, ഓക്കെ, ഇങ്ങനെ കമ്പനിയുടെ ഒട്ടുമിക്ക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ പേപ്പറിൽ കുറച്ചായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പേപ്പർ പഠിക്കുന്നത് നിങ്ങൾക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ലാതെ നിങ്ങൾ റിയൽ ലൈഫിലും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്, ഓക്കെ, ഫോറക്സിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്, ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ റിസ്ക് ഹെഡ്ജ് ചെയ്യുന്നതുമായിട്ടും നമ്മൾ നല്ല പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ വർത്ത് പേപ്പർ. ഓക്കെ, ഞാൻ CMA യൂസിന് എക്സാം പെർസ്പെക്റ്റീവ് മാത്രമല്ല റിയൽ ലൈഫിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറും കൂടിയാണ് എന്ത്, ഈ ഒരു സെക്ഷൻ ബി പേപ്പറായിട്ടുള്ള കോർപ്പറേറ്റ് ഫൈനാൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കോർപ്പറേറ്റ് ഫൈനാൻസിലേക്ക് വരാം. ഈ കോർപ്പറേറ്റ് ഫൈനാൻസ് എന്ന് പറയുന്ന പേപ്പർ നിങ്ങളുടെ എക്സാമിൻ്റെ 20% വെയിറ്റേജ് ഉള്ള പേപ്പറാണ്. എക്സാമിൻ്റെ 20% വെയിറ്റേജ് ഉള്ള പേപ്പറാണ് ഈ ഒരു സെക്ഷൻ ബി. ബട്ട് കമ്മിങ് ടു ദ പോർഷൻ, സെക്ഷൻ ബി എന്ന് പറയുന്നത് ഈ പാർട്ട് 2-ൻ്റെ 20%-ലും അധികമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി വൈസ് നോക്കുന്ന സമയത്ത് ബുക്കിനെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 30-35% എന്തുണ്ട്, സെക്ഷൻ ബി ആയിട്ടുള്ള കോർപ്പറേറ്റ് ഫൈനാൻസ് തന്നെ, വിച്ച് മീൻസ് ഇറ്റ്സ് എ ലെങ്തി പേപ്പർ. അപ്പോൾ അതിന് 20% വെയിറ്റേജ് ഉള്ളൂ. ബട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് വലിയൊരു പെർസെൻറ്റേജ് കോർപ്പറേറ്റ് ഫൈനാൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കുകൾ ഇതിൽ പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ദ മെയിൻ ടോപ്പിക്സ് ടു സ്റ്റഡി ഇൻ ദ കോർപ്പറേറ്റ് ഫൈനാൻസ്. സോ ദോസ് ആർ റിസ്ക് ആൻഡ് റിട്ടേൺ, റിസ്കിനെ പറ്റിയും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിട്ടേണിനെ പറ്റിയിട്ടും, ഓക്കെ, അതുപോലെ പിന്നെ ലോങ് ടേം ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ലോങ് ടേം ആയിട്ട് നമ്മുടെ ഫൈനാൻസുകൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം കമ്പനിയുടേത്. പിന്നെ നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, കമ്പനിയുടെ ക്യാപിറ്റലിന് വരുന്ന കോസ്റ്റ്, കമ്പനിക്ക് വരുന്ന ചിലവുകൾ എങ്ങനെയാണ്, എത്രയാണ് കണ്ടെത്തുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വരുന്നതാണ് റേസിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നതാണ് കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്, എന്ന് വെച്ചാൽ കമ്പനിയുടെ വലിയ ചേഞ്ചസ് കൊണ്ടുവരുന്നത്. പിന്നീട് ഇൻ്റർനാഷണൽ ഫൈനാൻസുമായിട്ടുള്ള ടോപ്പിക്കുകളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഇത്രയാണ് ഈ ഒരു കോർപ്പറേറ്റ് ഫൈനാൻസിൻ്റെ സമ്മറി. ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. സോ നമുക്കിന്ന് ഫസ്റ്റത്തെ ചാപ്റ്റർ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയാൻ പറ്റില്ല, ഫസ്റ്റ് ടോപ്പിക്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് റിസ്ക് ആൻഡ് റിട്ടേൺ. സോ അവർ ടോപ്പിക് ഈസ് റിസ്ക് ആൻഡ് റിട്ടേൺ. ഇതാണ് നമ്മൾ ഈ ഒരു കോർപ്പറേറ്റ് ഫൈനാൻസിൽ ആദ്യം തന്നെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക്. സോ ഇറ്റ്സ് റിസ്ക് ആൻഡ് റിട്ടേൺ. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ഒരു റിസ്ക് എന്നുള്ളത് പഠിക്കണം. ഓക്കെ, ആദ്യം നമ്മൾ എന്താണ് ഒരു റിസ്ക് എന്നുള്ളത് നമ്മൾ പഠിക്കണം. സോ കമ്മിങ് ടു റിസ്ക്, എന്താണ് ഒരു റിസ്ക്? റിസ്ക് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ പോസിബിലിറ്റി ഓഫ് ലോസ്, നമുക്ക് നഷ്ടം വരാനുള്ളൊരു സാധ്യതയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഫേവറബിൾ അല്ലാത്ത എന്തെങ്കിലും കാര്യം സംഭവിക്കാൻ പോവുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, റിസ്ക് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാൻ പറ്റും, റിസ്ക് ഈസ് ദ പോസിബിലിറ്റി ഓഫ് ഹാവിങ് ആൻ അൺഫേവറബിൾ ഇവൻ്റ് ഒക്കെ, അല്ലെങ്കിൽ നമുക്കൊരു പോസിബിലിറ്റി ഓഫ് ലോസ്, നഷ്ടം വരാനുള്ള സാധ്യതയെ നമുക്ക് എന്ത് പറയാം, റിസ്ക് എന്ന് നമുക്ക് പറയാം. ഇനി എന്താണ് ഒരു റിട്ടേൺ? റിട്ടേൺ എന്ന് വെച്ചാൽ റിട്ടേൺ ഈസ് എ ഇൻകം received by an investor on investment. Rate of return is expressed as a percentage of the principal amount invested. നമ്മൾ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും വരുമാനത്തെയാണ് നമ്മൾ എന്താ പറയുന്നത്, റിട്ടേൺ എന്ന് പറയുന്നത്.
നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് മുകളിൽ നമുക്ക് എന്തെങ്കിലും തിരിച്ച് കിട്ടുകയാണെങ്കിൽ ദാറ്റ്സ് നോൺ ആസ് റിട്ടേൺ. ഈ റിട്ടേൺ എപ്പോഴും നമുക്ക് പേഴ്സൻറ്റേജിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണിക്കാൻ പറ്റുന്നുണ്ടാവും. ഇനി നമുക്ക് ആ ഒരു റിട്ടേൺ പേഴ്സൻറ്റേജിൽ എങ്ങനെ കാണാം എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇറ്റ്സ് ദ ആനുവൽ റേറ്റ് ഓഫ് റിട്ടേൺ. ആനുവൽ റേറ്റ് ഓഫ് റിട്ടേൺ എങ്ങനെ കാണാം? ആനുവൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈക്വൽസ് റിട്ടേൺ റിസീവ്ഡ് ഓൺ 1 year's ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ദ ആവറേജ് ബാലൻസ് ഓഫ് എമൗണ്ട് ഇൻവെസ്റ്റഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാണാം ആനുവൽ റിട്ടേൺ റേറ്റ് ഓഫ് റിട്ടേൺ റിസീവ്ഡ്. എങ്ങനെ കാണാം? റിട്ടേൺ റിസീവ്ഡ് ഫോർ 1 year's ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു വർഷത്തേക്ക് കിട്ടിയിട്ടുള്ള റിട്ടേൺ ഡിവൈഡഡ് ബൈ എത്രയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ 2 ടോപ്പിക്ക് ബേസിക് ആയിട്ട് പഠിച്ചു. എന്തൊക്കെയാണ്? ഒന്ന് റിസ്ക്, മറ്റൊന്ന് റിട്ടേൺ. ഓക്കെ, സോ റിസ്ക് എന്ന് വെച്ചാൽ എന്താ? റിസ്ക് എന്ന് വെച്ചാൽ ദാറ്റ്സ് ദി പോസിബിലിറ്റി ഓഫ് ലോസ്, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതിരിക്കാനുള്ള സാധ്യതയെ നമുക്ക് എന്താ പറയാം? റിസ്ക് എന്ന് പറയാം. അതുപോലെ തന്നെ റിട്ടേൺ, നമ്മളൊരു കാര്യം ഇൻവെസ്റ്റ് ചെയ്തു, നമ്മളൊരു എക്സ് എമൗണ്ട്, ഒരു 1 million എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് തിരിച്ച് കിട്ടുന്നതിനെ നമുക്ക് എന്ത് പറയാം? റിട്ടേൺ എന്നും പറയാം. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. സോ ഈ റിട്ടേൺ തന്നെ ആക്ച്വലി 2 തരത്തിലുണ്ട്. ഒന്ന് ക്യാപിറ്റൽ റിട്ടേൺ ആയിട്ടുണ്ട്, മറ്റൊന്ന് ഇൻകം റിട്ടേൺ ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ക്യാപിറ്റൽ റിട്ടേൺ? ക്യാപിറ്റൽ റിട്ടേൺ എന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രത്തോളം കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു 1 million എന്ത് ചെയ്തു, ഒരു കമ്പനിയുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, ഒരു 6 മാസം കഴിയുമ്പോൾ ആ കമ്പനിയുടെ ഷെയറുകളുടെ എല്ലാം മൂല്യം കൂടിങ്ങാണ്ട് എനിക്ക് അതിൽ നിന്ന് ഞാൻ 1 million ഇൻവെസ്റ്റ് ചെയ്തു, എനിക്ക് 2 million കിട്ടി എന്ന് വെച്ചാൽ എനിക്ക് അവിടെ ഉള്ള റിട്ടേൺ എത്രയാണ്? എക്സ്ട്രാ കിട്ടിയിട്ടുള്ള 1 million ആണ് എന്നെ സംബന്ധിച്ച് എനിക്കുള്ള റിട്ടേൺ. അതിനെയാണ് ഞാൻ എന്താ പറയുന്നത്? ക്യാപിറ്റൽ റിട്ടേൺ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രത്തോളം ഗ്രോ ആയി എന്നുള്ളത്. ഓക്കെ, സോ ഇങ്ങനെ ആ ക്യാപിറ്റൽ റിട്ടേൺ കാണാം. ഇറ്റ്സ് ഈസി. ഓക്കെ, എൻഡിങ് വാല്യൂ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു 2 million ആണെന്നല്ലേ. സോ 2 million മൈനസ് ബിഗിനിങ് വാല്യൂ. ആദ്യം ഞാൻ എത്ര ഇൻവെസ്റ്റ് ചെയ്തു? 1 million ഡിവൈഡഡ് ബൈ ബിഗിനിങ് വാല്യൂ. ഓക്കെ, ഡിവൈഡ് ബൈ 1 million. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടെത്തുന്നുണ്ടാവുക? ക്യാപിറ്റൽ റിട്ടേൺ നമ്മൾ കണ്ടെത്തുന്നുണ്ടാവും. ഇതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം, മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ചെയ്യാം, ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യാം. ദെൻ ഇൻകം റിട്ടേൺ ആണ് അടുത്തത്. എങ്ങനെ നമുക്ക് ഇൻകം റിട്ടേൺ കാണാം? വാട്ട്സ് ഇൻകം റിട്ടേൺ? നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ നിന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഗ്രോ ആവാതെ മറ്റെന്തെങ്കിലും തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാണ്? റിട്ടേൺസ് വരികയാണ്. ഫോർ എക്സാമ്പിൾ, ഡിവിഡൻ്റ് ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ റിട്ടേൺസിനെ നമുക്ക് എന്തായിട്ട് പറയാം? ഇൻകം റിട്ടേൺ എന്ന് പറയാം. ഓക്കെ, സോ ദ ബെസ്റ്റ് വേ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് ഒരു എക്സാമ്പിൾ ചെയ്യാം. ഒരു എക്സാമ്പിൾ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ഐഡിയ നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് നേരെ ഒരു എക്സാമ്പിളിലേക്ക്. സോ ഹിയർ ഈസ് ദി ക്വസ്റ്റ്യൻ. ഓൺ January 1st, year 1, an investor paid 1,000 for 500 shares of stock worth 1,400 on 31st December. Okay, during the year, dividend were paid at 0.5 per share. Required calculate. എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ക്യാപിറ്റൽ റിട്ടേൺ 2, ഇൻകം റിട്ടേൺ 3, ടോട്ടൽ ആനുവൽ റിട്ടേൺ. 3 കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ക്യാപിറ്റൽ റിട്ടേൺ ചോദിച്ചിട്ടുണ്ട്, ഇൻകം റിട്ടേൺ ചോദിച്ചിട്ടുണ്ട്, ആനുവൽ റിട്ടേൺ ചോദിച്ചിട്ടുണ്ട്. നമുക്കിപ്പം പറഞ്ഞ കാര്യങ്ങളൊന്ന് ക്ലിയർ ആയിട്ട് നോക്കാം. January 1st, year 1 ഒരാൾ $1000 കൊടുത്തിട്ട് $1000 കൊടുത്തിട്ട് എന്ത് ചെയ്തു? 500 ഷെയറുകൾ വാങ്ങി. ഈ 500 ഷെയറുകൾ December 31st അതിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ 1,400. അതേസമയം ആൾക്ക് എന്തും കൂടെ കിട്ടിയിട്ടുണ്ട്? 0.5 വെച്ച് ഡിവിഡൻറ്റും കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ നമ്മളുടെ ക്യാപിറ്റൽ റിട്ടേൺ ആണ്. ക്യാപിറ്റൽ റിട്ടേൺ. ഓക്കെ, എങ്ങനെ കാണാം? തൊട്ടുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഇക്വേഷൻ, എൻഡിങ് വാല്യൂ മൈനസ് ബിഗിനിങ് ഡിവൈഡ് ബൈ ബിഗിനിങ്. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ മൂല്യം എത്രയാണ്? ദാറ്റ് ഈസ് 1,400 മൈനസ് എത്രയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്? ദാറ്റ് ഈസ് 1,000 ഡിവൈഡഡ് ബൈ 1,000 എന്ന് വെച്ചാൽ 400 ഡിവൈഡഡ് ബൈ 1,000 എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ക്യാപിറ്റൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് 40% എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്രീസ് ആയിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ക്യാപിറ്റൽ റിട്ടേൺ നമ്മൾ എന്ത് ചെയ്യുക? കണ്ടെത്തുക. ഇറ്റ്സ് വെരി ഈസി. ഇനി ഇൻകം റിട്ടേണിലേക്ക് വരാം.
ഇൻകം റിട്ടേൺ എങ്ങനെ കണ്ടെത്താം? നമുക്ക് എക്സ്ട്രാ വന്നിട്ടുള്ള ഇൻകം നോക്കണം അല്ലേ. സോ എത്രയാണ് വന്നിട്ടുള്ളത്? ദാറ്റ്സ് 0.5. ഒരു ഷെയറിൻ്റെ മുകളിൽ 0.5 വെച്ച് വന്നു. എത്ര ഷെയർ ഉണ്ട്? 500 ഷെയർ. സോ ദാറ്റ് ഈസ് 500 മൾട്ടിപ്ലൈഡ് ബൈ 0.5 വിച്ച് ഗീവ്സ് എസ് $250 വേർത്തുള്ളതാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് എടുക്കാം 250 ഡിവൈഡഡ് ബൈ എത്ര നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്? ദാറ്റ് വാസ് 1000. ദാറ്റ്സ് വാട്ട് വി ഇൻവെസ്റ്റഡ് 1000 എന്ന് വെച്ചാൽ 25% നമുക്ക് അവിടെ നിന്ന് എന്തുണ്ട്? റിട്ടേൺ. ഇൻകമായിട്ട് നമുക്ക് എത്ര കിട്ടി? 25 കിട്ടി. ഓക്കെ, നമുക്ക് ക്യാപിറ്റൽ എത്ര കൂടി? 40% കൂടി. സോ നമ്മുടെ ആനുവൽ റിട്ടേൺ എന്ന് വെച്ചാൽ അതിൽ ക്യാപിറ്റൽ റിട്ടേണും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ ഇൻകം റിട്ടേൺസ് ഉണ്ടായിരിക്കും. സോ ക്യാപിറ്റൽ റിട്ടേൺ 40%, ഇൻകം റിട്ടേൺ 25%. സോ ദാറ്റ് വുഡ് ബി എ 65% റിട്ടേൺ ഓൺ ദിസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൽ 65% നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. ദാറ്റ്സ് എ ഹ്യൂജ് റിട്ടേൺ. ദാറ്റ്സ് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, നല്ലൊരു റിട്ടേൺ ആണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് രണ്ടും ആഡ് ചെയ്യാതെ നമുക്ക് കണ്ടെത്താം അല്ലേ? എങ്ങനെ കാണാം? സ്റ്റോക്കിൻ്റെ മുകളിൽ 400 വന്നിട്ടുള്ളത്. 400 പ്ലസ് നമുക്ക് ഡിവിഡൻ്റ് ആയിട്ട് 250 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് 650 ഡിവൈഡഡ് ബൈ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് എത്രയാണ്? 1000. അങ്ങനെയും നമുക്ക് എന്ത് കണ്ടെത്താം? 65% ആനുവൽ റിട്ടേൺ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നു. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അജു ഇൻവെസ്റ്റഡ് $50,000 ഇൻ നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന കമ്പനിയിൽ 50,000 ഇൻവെസ്റ്റ് ചെയ്തു. വെൻ ദ ഷെയർ പ്രൈസ് വാസ് 80. ആ സമയത്ത് ഷെയറിൻ്റെ പ്രൈസ് എത്രയാണ്? 80 ആണ്. ആഫ്റ്റർ എ ഇയർ ഷെയർ പ്രൈസ് ഹാസ് ബീൻ ഇൻക്രീസ് ടു 95. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഷെയറിൻ്റെ പ്രൈസ് 80ൽ നിന്ന് കൂടി എവിടെ എത്തി? 95ലെത്തി. നെറ്റ്ഫ്ലിക്സ് ഓൾസോ ഗേവ് ഡിവിഡൻഡ് ഓൺ $7 പെർ ഷെയർ. ഒരു ഷെയറിന് മുകളിൽ എത്ര ഡിവിഡൻഡ് കൊടുത്തു? $7 വെച്ചിട്ട് എന്തും കൊടുത്തിട്ടുണ്ട്? ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ വാട്ട് വി നീഡ് ടു കാൽക്കുലേറ്റ് ഈസ് ദ ക്യാപിറ്റൽ റിട്ടേൺ, ഇൻകം റിട്ടേൺ ആൻഡ് ദ ആനുവൽ റിട്ടേൺ. കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. ക്യാപിറ്റൽ റിട്ടേൺ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയാൽ, ക്യാപിറ്റൽ റിട്ടേൺ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രത്തോളം ഗ്രോ ചെയ്തു എന്ന് നമുക്ക് കാണിച്ചു തരുന്ന റിട്ടേൺ ആണ് ഇത് ക്യാപിറ്റൽ റിട്ടേൺ. ഓക്കെ, അപ്പോൾ ഇവിടെ പെർ ഷെയർ ആണ് തന്നിട്ടുള്ളത്. ഡെഫിനറ്റ്ലി നമുക്ക് പെർ ഷെയർ എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ എമൗണ്ട് വെച്ചിട്ട് ചെയ്യാം. 2 വേസിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഇൻവെസ്റ്റ് ചെയ്ത എത്രയാണ്? 50,000 ആണ് അല്ലേ. സോ ലെറ്റ്സ് കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് ഷെയർസ്. സോ 50,000 ഡിവൈഡഡ് ബൈ, ഓക്കെ, ഇങ്ങനെ ചെയ്യുന്ന നമ്പർ ഓഫ് ഷെയർ ഞാൻ ഇവിടെ സൈഡിലൊന്ന് എഴുതാം. നമ്പർ ഓഫ് ഷെയർ നമ്പർ ഓഫ് ഷെയർ എങ്ങനെ കാണാം? 50,000 ഡിവൈഡഡ് ബൈ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് ഒരു ഷെയറിൻ്റെ പ്രൈസ് എത്രയാണ്? ദാറ്റ് വാസ് 80. സോ 50,000 ഡിവൈഡഡ് ബൈ 80. ദാറ്റ് ഈസ് 625. 625 ഷെയറുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് 50,000 ആണ്. ഇപ്പോൾ ഉള്ളത് എങ്ങനെ നോക്കാം നമുക്ക്? 625 ഇൻറ്റു ഇത്ര ഒരു ഷെയർ പ്രൈസ് 95 ആണ്, ഇൻ മൾട്ടിപ്ലൈഡ് ബൈ 95 വിച്ച് മീൻസ് കറൻറ്റ് വാല്യൂ 59,375. ഓക്കെ, ഇപ്പോഴുള്ള മൂല്യം എത്രയാണ്? 59,375. എന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 50,000 മാത്രമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ മൂല്യം എത്രയാണ്? ദാറ്റ് ഈസ് 59,375. എന്ന് വെച്ചാൽ 9,375 നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ദാറ്റ്സ് അവർ ക്യാപിറ്റൽ റിട്ടേൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ആദ്യം ക്യാപിറ്റൽ റിട്ടേൺ കണ്ടെത്തണം. ക്യാപിറ്റൽ റിട്ടേൺ എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്ര കൂടി. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ കണ്ടെത്തി 9,375 കൂടിയിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ എത്ര നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്? 5,975 ഡിവൈഡഡ് ബൈ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് 50,000 ആണ്. എന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് എ 12% റിട്ടേൺ. ഡിവൈഡഡ് ബൈ 50,000 ദാറ്റ്സ് ആൻ 18.75% റിട്ടേൺ. എത്രയാണ്? 18.75% എന്താണ്? റിട്ടേൺ വരുന്നുണ്ട്. ഓക്കെ ആണോ?
അപ്പോൾ നിങ്ങൾ ഇവിടെ കാണാൻ ഞാൻ മറ്റൊരു രീതിയിലും ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 15/80. ദാറ്റ് ഈസ് 15/80. ഓക്കെ, അതെന്താണ് എന്താ? ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ കാണാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് ഷെയറിൻ്റെ പ്രൈസ് 80 ആണ്. പിന്നീട് എത്രയായി മാറി? 95 ആയി മാറി. ഓക്കെ, എന്നുവെച്ചത് 85 നിന്ന് എവിടെ എത്തി? 95 എത്തി. ഓക്കെ, അപ്പോൾ അവിടെ വന്നിട്ടുള്ള ഇൻക്രീസ് എത്ര? 15 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കാര്യമൊന്നും ചെയ്യാതെ ഷെയറിൻ്റെ പ്രൈസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാപിറ്റൽ റിട്ടേൺ കണ്ടെത്താൻ പറ്റും. സോ ദാറ്റ്സ് ഹൗ 15/80 വന്നിട്ടുള്ളത് എത്രയാണ്? 18.75% ആണ് നമുക്ക് ഇവിടെയുള്ള ക്യാപിറ്റൽ റിട്ടേൺ. ഇനി ഇൻകം റിട്ടേൺ വേണം. ഓക്കെ, ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ടല്ലേ? എത്ര ഡിവിഡൻഡ്? ദാറ്റ് ഈസ് $7 ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് നോക്കാം? എത്രയാണ് നമുക്ക് വന്നിട്ടുള്ള ഇൻകം റിട്ടേൺ എന്ന് നോക്കാം. ഒരു ഷെയറിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ള 7 ആണ്. ഷെയറിൻ്റെ വാല്യൂ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് 80 ആണ്. സോ 7/80 ദാറ്റ് ഈസ് 8.75. 8.75 ആണ് നമുക്ക് വന്നിട്ടുള്ള ഇൻകം റിട്ടേൺ. ഇനി അടുത്തത് ആനുവൽ റിട്ടേൺ ആണ്. യു ക്യാൻ സിംപ്ലി ആഡ് ദാറ്റ് ക്യാപിറ്റൽ റിട്ടേൺ ആൻഡ് ഇൻകം റിട്ടേൺ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആനുവൽ റിട്ടേൺ കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രണ്ട് വാല്യൂസും കൂടി ആഡ് ചെയ്തിട്ടും ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ദാറ്റ്സ് എ ഗുഡ് റിട്ടേൺ. 27.5% ആണ് ഇവിടെയുള്ള റിട്ടേൺ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക? റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് വെരി സിമ്പിൾ ആൻഡ് ഇറ്റ്സ് എ സിമ്പിൾ ടോപ്പിക്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. ആൻഡ് ഇറ്റ്സ് അബൌട്ട് US ട്രഷറി ബിൽ. ഇറ്റ്സ് അബൌട്ട് US ട്രഷറി. US-ലുള്ള ഏറ്റവും റിസ്ക് കുറഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് US ട്രഷറി ബിൽ. ഓൾസോ നോൺ ആസ് UST ബിൽ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ US-ലുള്ള ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും റിസ്ക് കുറഞ്ഞിട്ടുള്ള, എന്ന് വെച്ചാൽ പൈസ നഷ്ടപ്പെടില്ല എന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ഇൻസ്ട്രുമെൻ്റാണ് US ട്രഷറി ബിൽ. ഓക്കെ, ഒന്ന് വായിക്കാം. US ട്രഷറി ബിൽ is a short-term government security issued by the US Department of Treasury. Okay, US Treasury Bill എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഷോർട്ട് ടേം സെക്യൂരിറ്റി. ഒരു ഷോർട്ട് ടേമിലേക്കുള്ള ഒരു സെക്യൂരിറ്റിയാണ്. ആരാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദി US Department of Treasury. എന്തിനാണ്? ടു റേസ് ഫണ്ട്. ഓക്കെ, എന്തിനാണ്? ഗവൺമെൻറ്റിന് എന്തിനു വേണ്ടിയിട്ടാണ്? ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, T-bills have maturity ranging from few days to 1 year. ഓക്കെ, അപ്പോൾ കുറച്ച് ദിവസങ്ങൾ തൊട്ട് അങ്ങോട്ടുള്ള T-bills എന്താണ്? അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു T-bill എന്ന് വെച്ചാൽ ഏറ്റവും റിസ്ക് കുറഞ്ഞിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ US ട്രഷറി ബിൽ. ഓക്കെ, എന്താണ് US ട്രഷറി ബിൽ? ഏറ്റവും റിസ്ക് കുറഞ്ഞിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ US ട്രഷറി ബിൽ. ഓക്കെ, ഇനി നമുക്ക് ഒരു ചെറിയൊരു എക്സാമ്പിളിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ നിങ്ങൾ 3 ആളെ കാണാൻ പറ്റും അല്ലേ? എ പേഴ്സൺ, ഞാൻ പേരൊന്നും കൊടുത്തിട്ടില്ല, ABC. ഓക്കെ, 3 ആൾക്കാരുണ്ട്. ഓക്കെ, ആൻഡ് ദേ ആർ ആക്ച്വലി റെഡി ടു ഇൻവെസ്റ്റ് ഇൻ ബോണ്ട്. ബോണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ബോണ്ടുകൾ എന്താ നിങ്ങൾ ആക്ച്വലി പഠിച്ചിട്ടില്ല, നമ്മളെ വരും ക്ലാസ്സുകളിലാണ്. ബട്ട് എന്താ ബോണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കുക, ഇറ്റ്സ് മോർ റിസ്കി ദാൻ ദ US ട്രഷറി ബിൽ. ഓക്കെ, ട്രഷറി ബില്ലിനെക്കാട്ടും റിസ്ക് ഉണ്ട് എന്തായാലും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ 3 ആളുകളും ഈ US ട്രഷറി ബിൽ ഈ 3 ആളുകളും ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഓക്കെ, ആ സമയത്ത് T-ബില്ല് ഓഫർ ചെയ്യുന്നത് എത്രയാണ്? 2% ആണ് റിട്ടേൺ. T-ബില്ല് ഓഫർ ചെയ്യുന്ന റിട്ടേൺ എത്രയാണ്? 2%. സോ ഇവിടെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്. സോ ദേ റിക്വയർ മോർ ദാൻ 2% ബിക്കോസ് ഓഫ് ഹൈ റിസ്ക്. US ട്രഷറി ബില്ല് തന്നെ 2% കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ 2% കൂടുതൽ കിട്ടിയാലല്ലേ അവർ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. കാരണം എന്താ? 2% റിട്ടേൺ ആര് കൊടുക്കുന്നുണ്ട്? US ട്രഷറി ബില്ല് കൊടുക്കുന്നത്. സോ വേറെ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ്സിലോ ആര് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുകയാണെങ്കിലും 2% കൂടുതൽ കിട്ടേണ്ടി വരും. ദ റീസൺ ഈസ് അതിനെല്ലാത്തിനും US ട്രഷറി ബില്ലിനേക്കാളും എന്തുണ്ട്? റിസ്ക് ഉണ്ട്. ബട്ട് ഹൗ മച്ച് റിട്ടേൺ ഡസ് ദേ നീഡ്? പക്ഷേ അവർക്ക് എത്ര വേണ്ട? 2% ആണെന്നുള്ളത് ഞാൻ പറഞ്ഞു. 2% കൂടുതൽ വേണമെന്നുള്ളത് ഞാൻ പറഞ്ഞു. റീസൺ ബിക്കോസ് ഓൾ അതർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ ഹാവിങ് മോർ റിസ്ക് ദാൻ ദ US ട്രഷറി. പക്ഷേ എത്ര വേണം? ഇറ്റ് ആക്ച്വലി ഡിപ്പെൻസ്.
ചിലപ്പോൾ എക്ക് ചിലപ്പോൾ എത്ര മതിയാവും, ഒരു 4% മതിയാവും. ചിലപ്പോൾ എയുടെ പേഴ്സ്പെക്റ്റീവിൽ എന്തായിരിക്കും, ഓക്കെ ഈ ബോണ്ടിന് ഇത്ര റിസ്ക് ഉള്ളത്. ചിലപ്പം എക്ക് 4 മതി എന്നുണ്ടെങ്കിൽ ബിക്ക് ചിലപ്പോൾ 4 മതിയാവില്ല, ബിക്ക് ചിലപ്പോൾ എന്താ ചെയ്യും 6 വേണ്ടി വരും. ചിലപ്പോൾ ബി വിചാരിക്കുന്നത് എന്താണ്, ഓക്കെ ഇത് കുറച്ചുകൂടെ റിസ്ക് ഉണ്ട്, സോ എനിക്ക് കുറച്ചുകൂടെ റിട്ടേൺ കിട്ടിയാലേ ഇതെനിക്ക് ഇൻവെസ്റ്റ് ചെയ്ത് മുതലാവുള്ളൂ. അതൊക്കെ ഇരിക്കട്ടെ. ചിലപ്പോൾ സീൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചാൽ വളരെ റിസ്ക് ഉള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ സിക്ക് 4 or 6 മതിയാവില്ല. സിക്ക് എന്ത് വേണ്ടി വരും, സിക്ക് ഒരു 10 കൂടുതലോ 10 or 15 എന്ത് വേണ്ടി വരും, പെർസെൻറ്റേജ് റിട്ടേൺ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആക്ച്വലി ആ ഒരു റിട്ടേൺ എന്നുള്ളത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ അനുസരിച്ച് കണ്ടും അവർ ഈ കമ്പനിയെയും ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് എത്രത്തോളം റിസ്ക് റേറ്റ് കാണുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും അവർക്ക് വേണ്ട റിട്ടേൺസ്. ഇനി നമ്മൾ റിസ്കിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അപ്പോൾ റിട്ടേൺസിനെ പറ്റിയിട്ട് കുറേ നമ്മൾ പറഞ്ഞു, റിസ്കിലേക്ക് തന്നെ വരികയാണ്. റിസ്കിലേക്ക് വരുന്ന സമയത്ത് 2 തരം റിസ്കുകളുണ്ട്, പ്യൂർ റിസ്ക്കും സ്പെക്കുലേറ്റീവ് റിസ്ക്കും. സോ ആദ്യം തന്നെ എന്താണ് ഈ പ്യൂർ റിസ്ക് എന്നുള്ളതിലേക്ക് വരും. സോ പ്യൂർ റിസ്ക് refers to risk that are beyond human control and result in a loss or no loss with no possibility of financial gain. എന്ന് വെച്ചാൽ നമ്മളുടെ മനുഷ്യന്മാരുടെ കയ്യിൽ കൺട്രോളിൽ ഇല്ലാത്ത റിസ്കുകളെയാണ് നമ്മൾ എന്താ പറയുന്നത്, പ്യൂർ റിസ്ക്. ഇറ്റ്സ് ആക്ച്വലി പ്യൂർ റിസ്ക്. നമ്മുടെ കയ്യിൽ ഒരു കൺട്രോളും ഇല്ല. അത് സംഭവിച്ചാൽ നമുക്ക് നഷ്ടം ഉണ്ടാവും, സംഭവിച്ചില്ലെങ്കിൽ നഷ്ടമുണ്ടാവില്ല. എന്ന് വെച്ചാൽ അവിടെ നമുക്ക് എന്ത് വരാനില്ല, ഒരു ലാഭവും നമുക്ക് കിട്ടാനില്ല. ഫോർ എക്സാമ്പിൾ, തീപിടുത്തം. നമ്മുടെ ഷോപ്പ് എന്ത് ചെയ്തു, തീ പിടിച്ചു. ഓക്കെ, കത്തിപ്പോയാൽ നമുക്ക് എന്തുണ്ടാവും, നഷ്ടം ഉണ്ടാവും. ഓക്കെ, ഇനിയിപ്പോൾ തീ പിടിച്ചില്ല എന്ന് വിചാരിക്കും, വിചാരിച്ച് നമുക്ക് എന്തെങ്കിലും ലാഭം വരാണ്ടോ, ഇല്ല. തീ പിടിച്ചില്ല, നമ്മൾ നോർമലി ഉള്ളതുപോലെ പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു പ്യൂർ റിസ്ക്. ഓക്കെ, എന്ന് വെച്ചാൽ സംഭവിച്ചാൽ നഷ്ടം ഉണ്ടാവും, സംഭവിച്ചിട്ടില്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഗെയിൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. ആൻഡ് ഇത് നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്തതുമായിട്ടുള്ള റിസ്കുകളെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, പ്യൂർ റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് സ്പെക്കുലേറ്റീവ് റിസ്ക് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി വേരിയബിലിറ്റി ഓഫ് ആക്ച്വൽ റിട്ടേൺ ഫ്രം എക്സ്പെക്റ്റഡ് റിട്ടേൺ ആൻഡ് ദിസ് വേരിയബിലിറ്റി മേ ബി എയ്തർ എ ഗെയിൻ ഓർ ലോസ്. നമ്മൾ എന്തോ ഒരു കാര്യം വിചാരിച്ചു, ഓക്കെ ഇത്ര വിൽക്കാൻ പറ്റും. ഓക്കെ, പക്ഷേ നമ്മൾ വിറ്റ് ചിലപ്പോൾ അതിലും കൂടുതലാവാം അല്ലെങ്കിൽ അതിൽ കുറവാവാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പെക്കുലേറ്റീവ് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് എന്ത് പറയുന്നത്, സ്പെക്കുലേറ്റീവ് റിസ്ക്. നിങ്ങളിവിടെ കാണാൻ പറ്റും, വേരിയബിലിറ്റി ഓഫ് ആക്ച്വൽ റിട്ടേൺ ഫ്രം എക്സ്പെക്റ്റഡ് റിട്ടേൺസ്, ദിസ് വേരിയബിലിറ്റി മേ ബി ഗെയിൻ ഓർ ലോസ്. നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ വിചാരിച്ചൊരു കാര്യമുണ്ട്, പക്ഷേ ആക്ച്വലി വന്നിട്ടുള്ളത് അതിൽ കൂടുതലോ കുറവായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ളതിനെയാണ് എന്താ പറയുന്നത്, സ്പെക്കുലേറ്റീവ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ എന്തുണ്ടാവും, ലാഭം ഉണ്ടാവും, ചില സമയത്ത് എന്തുണ്ടാവും, നഷ്ടം ഉണ്ടാവും. പക്ഷേ പ്യൂർ റിസ്കിൽ ഫുൾ ടൈം ലോസ് വന്നാൽ ലോസ്, ഇല്ലെങ്കിലോ ഒന്നും സംഭവിച്ചില്ല, ഇറ്റ് വുഡ് ബി എ നോർമൽ ഡേ. പിന്നെ നമ്മുടെ ടൈപ്സ് ഓഫ് റിസ്കിനെ പറ്റി പറയുന്ന സമയത്ത് 2 ടൈപ്സ് ഓഫ് റിസ്ക് വരുന്നുണ്ട്. ഒന്ന് സിസ്റ്റമാറ്റിക് റിസ്ക് ആണ്, മറ്റൊന്ന് നമ്മുടെ അൺസിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. ഒന്ന് സിസ്റ്റമാറ്റിക് റിസ്ക്കും മറ്റൊന്ന് അൺസിസ്റ്റമാറ്റിക്. സോ സിസ്റ്റമാറ്റിക് റിസ്ക് അഥവാ മാർക്കറ്റ് റിസ്ക് ഒന്ന് ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ പ്രസൻ്റ് ആയിട്ടുള്ള റിസ്ക് അഥവാ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കാത്ത റിസ്കിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയാൻ പറ്റും. ഈ സിസ്റ്റമാറ്റിക് റിസ്കുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതിനെന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് കുറയ്ക്കാൻ പറ്റും. കുറയ്ക്കാനുള്ള 2 വഴികളാണ്, ഒന്ന് ഹെഡ്ജിങ്ങും മറ്റൊന്ന് അസറ്റ് അലോക്കേഷനും. ഓക്കെ, 2 വഴികളുണ്ട്. എന്തൊക്കെയാണ്, ഹെഡ്ജിങ്ങും അതേപോലെ തന്നെ അസറ്റ് അലോക്കേഷനും. അപ്പം മാർക്കറ്റ് റിസ്ക് അഥവാ സിസ്റ്റമാറ്റിക് റിസ്ക് മാർക്കറ്റിൽ ഉള്ള റിസ്ക്കാണ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത മാർക്കറ്റിലുള്ള റിസ്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ഇത് ഉണ്ടായി വരാനുള്ള കാരണങ്ങൾ ഇറ്റ്സ് അറൈസ് ഡ്യൂ ടു മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ്. പല മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സും കൂടിയിട്ടാണ് എന്തുണ്ടായി വരുന്നത്, ഈ ഒരു സിസ്റ്റമാറ്റിക് റിസ്ക് ഉണ്ടായി വരുന്നത്. ഈ സിസ്റ്റമാറ്റിക് റിസ്കിലുള്ള കുറച്ച് റിസ്കുകളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഒന്ന് മാർക്കറ്റ് റിസ്ക്കാണ്. എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഉള്ള റിസ്ക് എന്ന് വെച്ചാൽ മാർക്കറ്റ് ചില സമയത്ത് എന്ത് ചെയ്യും, ഇടിയും. അല്ലെങ്കിൽ ചില സമയത്ത് ഒരു വേരിയബിലിറ്റി ഇല്ലാതെ പോകും. ചിലപ്പോൾ നല്ല ബൂമിങ് പീരീഡിലായിരിക്കും.
അപ്പോൾ ഇങ്ങനെ മാർക്കറ്റ് ഉള്ളത് കൊണ്ട്, അഥവാ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ടുള്ള റിസ്കിനെ നമുക്ക് എന്ത് പറയാം? മാർക്കറ്റ് റിസ്ക് എന്ന് പറയാം. ഇത് ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റ് മാർക്കറ്റിലുണ്ടോ അതിനെല്ലാം ഇത് എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള റിസ്കിനെയാണ് എന്ത് പറയുന്നത്? മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് അങ്ങോട്ട് വരുന്ന റിസ്ക്കാണ് മാർക്കറ്റ് റിസ്ക്. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്കാണ്. ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ വരുന്ന റിസ്കിനാണ് എന്ത് പറയുന്നത്? ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. ആൻഡ് ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? നോ, വി കാൺ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒഴിവാക്കാൻ പറ്റില്ല. ഓക്കെ, ഇങ്ങനെയുള്ള റിസ്കിനെയാണ് എന്ത് പറയുന്നത്? ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. മറ്റൊന്ന് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്. നമ്മുടെ കമ്പനി മറ്റൊരു രാജ്യത്തുള്ള കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സപ്ലയർ മറ്റൊരു രാജ്യത്താണെന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾക്ക് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിക്ക് പുറത്ത് നമ്മുടെ കൺട്രിക്ക് പുറത്ത് നമുക്ക് എന്ത് വരും? ട്രാൻസാക്ഷൻസ് വരും. എന്ന് വെച്ചാൽ നമ്മൾ മറ്റ് കറൻസീസുമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ട്രേഡ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള സമയത്ത് ആ കറൻസീസിൻ്റെ വാല്യൂസ് കൂടുകയും കുറയുകയും ചെയ്യും. ഇങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യുന്നത് റിസ്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്. അഥവാ ഇവിടെ കറൻസീസിൻ്റെ വാല്യൂസ് കൂടുകയും കുറയുകയും ചെയ്യുകയാണ്. നിങ്ങൾ ഇപ്പം തന്നെ ഫെമിലിയർ ആയിരിക്കും, നമ്മുടെ USD INR റേറ്റിലൊക്കെ വരുന്ന നല്ല വ്യത്യാസം അല്ലേ? ഓക്കെ, അതേപോലെ പല കറൻസിയിലും എന്ത് ചെയ്യുന്നുണ്ടാവും? നമുക്ക് ചേഞ്ചസ് ഡേ ടു ഡേ അഥവാ മിനിറ്റ് ടു മിനിറ്റ് എന്ത് ചെയ്യുന്നതാണ്? വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിസ്കിനെയാണ് എന്താ പറയുന്നത്? ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്. മറ്റൊന്ന് പൊളിറ്റിക്കൽ റിസ്ക്കാണ്. അഥവാ ആ രാജ്യത്തുള്ള പൊളിറ്റിക്കൽ അൺസ്റ്റെബിലിറ്റീസ്, ആ രാജ്യത്തുള്ള പൊളിറ്റിക്കലായിട്ടുള്ള മൂവ്മെൻറ്റ്സും ബിൽസും മോഡിഫിക്കേഷൻസും പോളിസീസും അങ്ങനെ റിലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് പൊളിറ്റിക്കൽ റിസ്ക് എന്ന് പറയുന്നത്. ഇതൊന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. മാനേജ് ചെയ്യാൻ പറ്റും. എങ്ങനെ മാനേജ് ചെയ്യാം? ബൈ ഹെഡ്ജിങ് ഓ ബൈ അസറ്റ് അലോക്കേഷൻ. ആ 2 വഴികളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാനേജ് ചെയ്യാൻ പറ്റും. അടുത്തത് അൺസിസ്റ്റമാറ്റിക് റിസ്ക് ആണ്, അഥവാ കമ്പനി റിസ്ക് എന്ന് നമ്മൾ പറയും. അൺസിസ്റ്റമാറ്റിക് റിസ്ക് അഥവാ കമ്പനി റിസ്ക് എന്ന് വെച്ചാൽ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒരു മാർക്കറ്റിൽ ഹോളായിട്ടുള്ള, പക്ഷേ ഇതങ്ങനെയല്ല. ഒരു കമ്പനിക്ക് ഇത്ര എന്നുള്ള രീതിയിലുള്ള റിസ്കിനാണ് എന്ത് പറയുന്നത്? അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. റിസ്ക് ദാറ്റ് ഈസ് സ്പെസിഫിക് ടു പെർട്ടിക്കുലർ കമ്പനി ഓ ഇൻഡസ്ട്രി. ഓക്കെ, ഇങ്ങനെ പല കമ്പനീസിനൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള റിസ്കിനെയാണ് എന്ത് പറയുന്നത്? അൺസിസ്റ്റമാറ്റിക് റിസ്ക് അഥവാ കമ്പനി റിസ്ക് എന്ന് പറയും. ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. ക്രെഡിറ്റ് റിസ്ക് വരുന്നുണ്ട്. ക്രെഡിറ്റ് റിസ്ക് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് കറക്റ്റ് ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല? ഇങ്ങോട്ട് തിരിച്ച് കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള റിസ്കിനെയാണ് എന്താ പറയുന്നത്? ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയും. അപ്പോൾ ഇത് എല്ലാ കമ്പനിക്കും ഉണ്ടാവുമോ? ഇല്ല, ഏതെങ്കിലും ചില കമ്പനീസ് മാത്രമേ ഇത് ഫേസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ലിക്വിഡിറ്റി റിസ്ക് എന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റ് ക്യാഷ് ആക്കാൻ പറ്റാത്ത റിസ്കിനെയാണ് എന്ത് പറയുന്നത്? ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറയുന്നത്. ഇതും എല്ലാവർക്കും ഉണ്ടാവും? ഇല്ല, ഇറ്റ് വിൽ ബി ഫോർ സം കമ്പനീസ്. ചില കമ്പനീസിന് മാത്രമായിരിക്കും ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. ദെൻ ബിസിനസ് റിസ്ക് എന്ന് വെച്ചാൽ ബിസിനസ്സിൽ വരുന്ന റിസ്ക്, ആ ഒരു ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റ് എടുത്തിട്ടുള്ള തെറ്റായ തീരുമാനങ്ങളോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കാര്യങ്ങളിൽ വരുന്ന ഫെയിലിയറുകളോ കാരണം വരുന്ന റിസ്കുകളെ എന്ത് പറയാം? ബിസിനസ് റിസ്ക്. പിന്നെ ഇൻഡസ്ട്രി റിസ്ക്കാണ്. സോ ഇൻഡസ്ട്രി റിസ്ക് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് എന്താണ് ഒരു ഇൻഡസ്ട്രി എന്നറിയാം, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. സോ വാട്ട്സ് എൻ ഇൻഡസ്ട്രി? സെയിം ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റോ സർവീസോ പ്രൊവൈഡ് ചെയ്യുന്നവരെ, മാനുഫാക്ചർ ചെയ്യുന്നവരെ നമുക്കൊരു ഇൻഡസ്ട്രി ആയിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ ഹിയർ യു ക്യാൻ സീ എ കാർ. ഓക്കെ, സോ കാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസ് എല്ലാം ഒരു ഇൻഡസ്ട്രിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഉണ്ട്. ഏതൊക്കെയാണ് നമ്മൾ ഇന്ത്യയിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഉണ്ടാകുന്ന കമ്പനീസ്? ടാറ്റ മോട്ടോഴ്സ് ഉണ്ടാവും അല്ലേ, മാരുതി ഉണ്ടാവും, ലേറ്റസ്റ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഹ്യുണ്ടായി ഉണ്ടാവും. ഓക്കെ, ദെൻ വേറെ ഏതൊക്കെ കമ്പനീസ് ഉള്ളത്? നമുക്ക് MRF ഉണ്ടാവും, ടയറിൻ്റെ കേസസ് വരികയാണെന്നുണ്ടെങ്കിൽ. ഇങ്ങനെ അടങ്ങിയിട്ടുള്ള കുറേ കമ്പനീസ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഈ കമ്പനീസിനെല്ലാം കൂടെ നമ്മൾ പറയുന്ന പേര്, അഥവാ കാർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ഷനും എല്ലാം കൂടെ നമ്മൾ പറയുന്ന ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഒരേ പ്രൊഡക്റ്റും അതുമായിട്ട് റിലേറ്റഡ് കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്ന സർവീസ് കൊടുക്കുന്ന കമ്പനീസിനെയാണ് നമ്മൾ അതിനെല്ലാം കൂടി പറയുന്നതാണ് ഇൻഡസ്ട്രി. സോ ഇവിടെ ഇൻഡസ്ട്രി റിസ്ക് ഉണ്ട്,
ഇൻഡസ്ട്രി റിസ്ക് എന്ന് വെച്ചാൽ ആ ഒരു ഇൻഡസ്ട്രിക്ക് മൊത്തമായിട്ട് വരുന്ന റിസ്കിനെയാണ് എന്താ പറയുന്നത്, ഇൻഡസ്ട്രി റിസ്ക്. അപ്പോൾ ആ ഒരു റിസ്ക് ആ ഒരു ഇൻഡസ്ട്രിയെ മാത്രമേ ഫേസ് ചെയ്യുള്ളൂ, അല്ലാതെ എ ഹോൾ മാർക്കറ്റിനെ ഫേസ് ചെയ്യുന്നതായിരിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇലക്ട്രിക് കാർസിൻ്റെ ബാറ്ററി കിട്ടാതെ, ബാറ്ററി പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ കിട്ടാതെ എന്ന് വെച്ചാൽ അത് ഇലക്ട്രിക് കാർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയെ മാത്രമേ എഫക്റ്റ് ചെയ്യുള്ളൂ, അല്ലാതെ ആരെ എഫക്റ്റ് ചെയ്യില്ല, ബാങ്കുകളെയോ അല്ലെങ്കിൽ മറ്റ് ഉള്ള ഫുഡ് FMCG പ്രൊഡക്റ്റ് മാനുഫാക്ചേഴ്സിനെയോ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള ഏതൊരു ഇൻഡസ്ട്രിയും ഇത് എഫക്റ്റ് ചെയ്യുന്നതായിരിക്കില്ല. ഇതാരെ മാത്രമേ എഫക്റ്റ് ചെയ്യുള്ളൂ, ഇത് നമ്മുടെ ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഈ ഒരു ഇലക്ട്രിക് കാർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയെ മാത്രമായിരിക്കും എഫക്റ്റ് ചെയ്യുന്നത്. ദാറ്റ്സ് നോൺ ആസ് ഇൻഡസ്ട്രി റിസ്ക്. അപ്പോൾ ഈ ഒരു റിസ്ക്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്ന കാര്യമാണ് പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോ ഈസ് ദ കീ ഗൈസ്, ദാറ്റ്സ് ദ കീ. ഓക്കെ, അപ്പോൾ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റെ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോർട്ട്ഫോളിയോ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഡെഫിനറ്റ്ലി ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്സും സേഫായി നിൽക്കുന്നത്. സോ പോർട്ട്ഫോളിയോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ എന്തുണ്ടാവും, നല്ല റിട്ടേൺസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ ക്യാഷ് സേഫ് ആക്കാനും പറ്റുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റഡി വാട്ട്സ് ദ പോർട്ട്ഫോളിയോസ്. ഓക്കെ, ദ കീ ടു കൺസ്ട്രക്ഷൻ എ പോർട്ട്ഫോളിയോ ഈസ് ദ ഡൈവേഴ്സിഫിക്കേഷൻ. ആക്ച്വലി ഡൈവേഴ്സിഫൈ ചെയ്യുകയാണ്. ദ ഐഡിയ ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ ഈസ് ടു കമ്പൈൻ സെക്യൂരിറ്റീസ് ഇൻ സച്ച് എ വേ ആസ് ടു റെഡ്യൂസ് ദ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന കുറച്ച് കാര്യങ്ങളെയാണ് നമ്മൾ ഈ ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എല്ലാ പൈസയും ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ആ പൈസകളെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്ത് പല പല കമ്പനീസിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ നല്ലൊരു പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു കമ്പനീസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യാണ്. നമ്മൾ ആ ഒരു എമൗണ്ട് ഒരു 5 or 10 കമ്പനീസിലായിട്ട് എന്ത് ചെയ്യാണ്, ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ഡൈവേഴ്സിഫിക്കേഷൻ. ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഈസ് ദ കീ ടു പോർട്ട്ഫോളിയോ ക്രിയേഷൻ. ഓക്കെ, അപ്പോൾ അത് എന്തിനങ്ങനെ ചെയ്യണം? കാരണം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, നിങ്ങളിപ്പോൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഹാർഡ് ഏൺഡ് മണി എടുത്തിട്ട് നിങ്ങളത് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് എന്തോ കാരണത്താൽ ആ കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് കുറയും. നിങ്ങളുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ കുറയും, ബിക്കോസ് യു ഹാവ് ഇൻവെസ്റ്റഡ് ഓൺലി ഇൻ ദാറ്റ് സിംഗിൾ കമ്പനി. പക്ഷേ നിങ്ങൾ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പല 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 ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ അഥവാ പല 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 കമ്പനിയുടെ ഷെയറുകളാണ് വാങ്ങിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഒരു കമ്പനി ലോസ് ആണെങ്കിലും മറ്റൊരു കമ്പനിയിൽ എന്ത് വന്നിട്ടുണ്ടാവും, പ്രോഫിറ്റ് വന്നിട്ടുണ്ടാവും. സോ യു ക്യാൻ ആക്ച്വലി മാച്ച് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് പോർട്ട്ഫോളിയോയുടെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഒരു കമ്പനിയുടെ പെർസ്പെക്റ്റീവിൽ അവരും എന്തായാലും എന്ത് കീപ്പ് ചെയ്യണം, പോർട്ട്ഫോളിയോ കീപ്പ് ചെയ്യണം. ബിക്കോസ് നമ്മളെപ്പോലെ ചെറിയ എമൗണ്ട്സ് ആയിരിക്കില്ല ഇൻവെസ്റ്റ്, ദേ വിൽ ബി ഇൻവെസ്റ്റിംഗ് മില്യൺസ് ഓഫ് ഡോളേഴ്സ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ചെറിയ ലോസ് വരെ അഫോർഡബിൾ ആയെന്ന് വരില്ല. ഓക്കെ, അപ്പോൾ ചെറിയ മൂവ്മെൻറ്റ് വരെ വലിയ ലോസിലേക്ക് സാധിക്കുകയാണ്. സോ നമ്മൾ എന്ത് കീപ്പ് ചെയ്യണം, പോർട്ട്ഫോളിയോ കീപ്പ് ചെയ്യണം. ആൻഡ് ഫസ്റ്റത്തെ കാര്യം നമ്മളിവിടെ നല്ലോണം പഠിക്കുന്ന ഒരു കാര്യമാണ് റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ. ദ വൺ തിങ് ദാറ്റ് വി ക്യാൻ ഡു ഈസ് ക്രിയേറ്റ് എ പോർട്ട്ഫോളിയോ. ഓക്കെ, ആൻഡ് ഇത് കോർപ്പറേറ്റ് ഫൈനാൻസ് മാത്രമായിട്ട് നിങ്ങൾക്കുള്ളൊരു ഉപദേശമല്ല, ഇൻ യുവർ ലൈഫ് ഓൾസോ നല്ലൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യും. വാട്ട് എവർ ഇൻവെസ്റ്റ്മെൻറ്റ് യു ഡു, ക്രിയേറ്റ് എ ഗുഡ് പോർട്ട്ഫോളിയോ. അതിനിപ്പോൾ ഒരു ഗുഡ് എക്സാമ്പിൾ പറയുക വെച്ചാൽ എൻ്റെ ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ആക്ച്വലി അറിയില്ല, ക്രിപ്റ്റോ ഈസ് വെരി 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 റിസ്കി. ഓക്കെ, അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള ഏകദേശം 10 കോയിൻസിൽ ഡെഫിനറ്റ്ലി 7 കോയിൻസ് ഡൗൺ ആണ്. ബട്ട് സ്റ്റിൽ ഐ എം ഇൻ പ്രോഫിറ്റ്, ബിക്കോസ് ഞാൻ വാങ്ങിയിട്ടുള്ള മറ്റ് 3 കോയിൻസ് നല്ല ബൂം കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ എല്ലാ പൈസയും കൂടിയും ഏതെങ്കിലും ഒന്നിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഇറ്റ് വുഡ് ബി ആക്ച്വലി എ ഗാംബ്ലിങ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ലപോലെ ഡൈവേഴ്സിഫൈ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും, റിസ്ക് റെഡ്യൂസ് ചെയ്യാനും നല്ലൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാനും നല്ലൊരു റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാനും പറ്റുന്നത്. ഓക്കെ, സോ കീപ്പ് ഇൻ മൈൻഡ്, എപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് വരികയാണെങ്കിലും മേക്ക് എ ഗുഡ് പോർട്ട്ഫോളിയോ. ഓക്കെ, ആൻഡ് ഈ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആക്ച്വലി ഡൈവേഴ്സിഫൈ ചെയ്യണം. ഈ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബാങ്കിൻ്റെ വാങ്ങിയാൽ പിന്നെ മറ്റൊരു ബാങ്കിൻ്റെ വാങ്ങരുത്. ഒരു ബാങ്കിൻ്റെത് വാങ്ങുക, ഒരു ഓട്ടോമൊബൈലിൻ്റെ വാങ്ങുക, ഒരു FMCG വാങ്ങുക, ഒരു IT റിലേറ്റഡ് വാങ്ങുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയിലുള്ളത് വാങ്ങുന്നതിനാണ് നമ്മൾ ആക്ച്വലി ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയും. സോ ഇവിടെ മറ്റൊരു ടോപ്പിക്കിലേക്ക് വരാം, അസറ്റ് അലോക്കേഷൻ. അസറ്റ് അലോക്കേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് സെലക്ടിങ് അസറ്റ് to combine a portfolio to achieve the best risk return trade-off possible. Okay,
എന്താണ് ഇവിടെ അസറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത്? ആ പോർട്ട്ഫോളിയോയിലേക്കുള്ള ബെസ്റ്റ് അസറ്റുകൾ സെലക്ട് ചെയ്യുന്ന പരിപാടിക്കാണ് എന്താ പറയുന്നത്? അസറ്റ് അലോക്കേഷൻ. ദാറ്റ്സ് ഇറ്റ്. ഇനി ഒരു എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ എന്താണ്? ആൻ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ ഇസ് വൺ ദാറ്റ് ഗീവ്സ് ദ ഹയസ്റ്റ് പോസിബിൾ റേറ്റ് ഓഫ് റിട്ടേൺ ഫോർ എ ഗിവൺ ലെവൽ ഓഫ് റിസ്ക് ഓർ ദ ലോവസ്റ്റ് ലെവൽ ഓഫ് റിസ്ക് ഫോർ എ ഗിവൺ റേറ്റ് ഓഫ് റിട്ടേൺ. എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ ഒരു ലെവൽ ഓഫ് റിസ്കിന് നല്ല രീതിക്കുള്ള റിട്ടേൺ കിട്ടുന്നതിനാണ് എന്താ പറയുന്നത്? എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഈ കാണുന്നത് ഒരു ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു അസറ്റ് അലോക്കേഷനാണ്, അഥവാ അവരുടെ ഒരു പോർട്ട്ഫോളിയോ ക്രിയേഷനാണ്. നിങ്ങളിവിടെ നോക്കിക്കേ, അവരെങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നത്? ഓക്കെ, എന്ന് വെച്ചാൽ ഇവരാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള പല വലിയ ഫണ്ടുകളും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പല മ്യൂച്വൽ ഫണ്ടുകളായിട്ടും പിന്നെ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിട്ടും ഇവരെന്ത് ചെയ്യുന്നുണ്ട്? വലിയ ഫണ്ടുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആക്ച്വലി ഡൈവേഴ്സിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ അലോക്കേഷൻ നോക്കാം നമുക്ക്. ഓക്കെ, ഹിയർ യു ക്യാൻ സി 50% എവിടെയുള്ളത്? ഡൊമസ്റ്റിക് ഇക്വിറ്റി എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യൻ എന്ന് വെച്ചാൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലാണ്. പിന്നെ 20% എവിടെയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇൻ്റർനാഷണൽ ഇക്വിറ്റി എന്ന് വെച്ചാൽ ഇന്ത്യയിലല്ല, ഇന്ത്യക്ക് പുറത്ത്. ഓക്കെ, മറ്റ് US എക്സ്ചേഞ്ചിലോ UK എക്സ്ചേഞ്ചിലോ ഒക്കെ വേറെ ഏതെങ്കിലും എക്സ്ചേഞ്ചിലോ. പിന്നെ 15% എന്തിലുള്ളത്? ഡെപ്റ്റിലാണുള്ളത്. ഓക്കെ, പിന്നെ 15% എന്തിലാണുള്ളത്? കമ്മോഡിറ്റീസിലാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള അലോക്കേഷൻസ് ആണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അത് തന്നെ ഈ 50% ഡൊമസ്റ്റിക് ഇക്വിറ്റി കൊടുത്ത് ഒരു കമ്പനിയിലായിരിക്കില്ല. ദാറ്റ് വുഡ് ബി ഇൻ ഡിഫറെൻറ്റ് കമ്പനീസ്. ഓക്കെ, ദെൻ നമുക്കൊരു പോർട്ട്ഫോളിയോയുടെ ഒരു റിസ്കിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യണമല്ലോ. സോ ഞാൻ ഡിഫറെൻറ്റ് കമ്പനീസ് എടുക്കാം. ലെറ്റ്സ് ടേക്ക് ആൻ ICICI. ഓക്കെ, പിന്നെ മറ്റൊന്ന് ഏതെടുക്കാം? മറ്റൊന്ന് വേറൊരു കമ്പനി, മറ്റൊരു ഇൻഡസ്ട്രി വേണ്ട, നമുക്ക് ടാറ്റയുടെ സ്റ്റീൽ എടുക്കാം. ഓക്കെ, പിന്നെ മറ്റൊന്ന് വേറെ ഏതെടുക്കാം? വണ്ടർല എടുക്കാം. ഓക്കെ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കേരളത്തിൽ നിന്നുള്ളൊരു കമ്പനിയാണ് കേട്ടോ വണ്ടർല. ഓക്കെ, പിന്നെ നമുക്ക് മറ്റൊരു ഇൻഡസ്ട്രി വേണം, നമുക്ക് വേണമെങ്കിൽ ITC എടുക്കാം. ഓക്കെ, ഇത്ര കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ളൊരു എമൗണ്ട് $10,000 ആണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ $10,000 4ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, 4ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആൻഡ് ലെറ്റ്സ് ഇമാജിൻ ICICI ബാങ്കിൽ നമുക്ക് എന്തുണ്ടായി? ഒരു 5% ഗെയിൻ ഉണ്ടായി. ഓക്കെ, പിന്നെ ടാറ്റ സ്റ്റീലിൽ നമുക്ക് എന്തുണ്ടായി? ഒരു 7% എന്തുണ്ടായി? ഗെയിൻ ഉണ്ടായി. വണ്ടർലയിൽ നമുക്കൊരു 15% എന്തുണ്ടായി? ലോസ് ഉണ്ടായി. ഓക്കെ, ITCയിൽ നമുക്ക് എന്തുണ്ടായി? ഒരു 2% ഗെയിൻ ഉണ്ടായി. ഓക്കെ, ഇതാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നിലവിൽ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, 2 വേണ്ട, ഒരു 5% ആയിക്കോട്ടെ ഗെയിൻ ഉണ്ടായി. ഓക്കെ, ഒന്ന് വൃത്തിയാക്കാം. ഒരു 4% ഗെയിൻ. ഓക്കെ, സോ ലെറ്റ്സ് കാൽക്കുലേറ്റ് എന്താണ് ഈ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ളത് നോക്കാം. ഓക്കെ, സോ 2500 അതിൽ 5% കൂടിയിട്ടുണ്ട്, പ്ലസ് 5% എത്രയായി മാറി? 2625 ആയി മാറി. ടാറ്റ സ്റ്റീലിൽ 2500 പ്ലസ് 7% 2675 ആയി മാറി. 2500-ൽ നിന്ന് 15% എന്ന് വന്നു, ഡിഡക്ഷൻ വന്നു. ഇതിൻ്റെ വാല്യൂ എത്രയായി മാറി? 2125 ആയി മാറി. ദെൻ ഹിയർ 2500 പ്ലസ് 4% 2600 ആയി മാറി. നമുക്കിതെല്ലാം ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, 2625 പ്ലസ് 2675 പ്ലസ് 2125 പ്ലസ് 2600. ഓക്കെ, എത്രയാണ്? 10,025. ഓക്കെ, ഇതാണ് പോർട്ട്ഫോളിയോയുടെ ബെനിഫിറ്റ്. നിങ്ങൾ നോക്കിയാൽ നമുക്കൊരു ഹ്യൂജ് ലോസ് അവിടെ വന്നിട്ടുണ്ട്. നമുക്കൊരു ഹ്യൂജ് ലോസാണ് അവിടെ വന്നിട്ടുള്ളത്. എത്ര ആ ഹ്യൂജ് ലോസ്? നിങ്ങൾക്ക് കാണാൻ പറ്റും വണ്ടർലയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 15% ഡ്രാഗ് ഡൗൺ വന്നിട്ടുണ്ട്.
ബട്ട് സ്റ്റിൽ വി ആർ സേഫ്. ഇതാണ് ഒരു പോർട്ട്ഫോളിയോയുടെ ബെനിഫിറ്റ്. ഓക്കെ, ആൻഡ് ഇത് നമ്മൾ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന വലിയൊരു കാര്യമായിരിക്കും. ആൻഡ് ഈ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്ന ത്രൂ നമുക്ക് നമ്മളുടെ റിസ്ക്കുകളെ ഹെഡ്ജ് ചെയ്യാൻ പറ്റും ആൻഡ് കുറയ്ക്കാൻ പറ്റും. നൗ ദാറ്റ്സ് ഓൾ അബൌട്ട് റിസ്ക് ആൻഡ് റിട്ടേൺസ്. അപ്പോൾ ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഒരു CAPM ആണ്. CAPM അഥവാ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലാണ്. CAPM അഥവാ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. സോ എന്താണ് ഈ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ? ഇറ്റ്സ് എ ടൂൾ. ഓക്കെ, ഇതെന്താണ്? ഒരു ടൂളാണ്. വെയിറ്റ് എ മിനിറ്റ്, പിന്നെ പറ്റട്ടെ. സോ ഇറ്റ്സ് എ ടൂൾ ദാറ്റ്സ് ഫ്രീക്വൻ്റ്ലി യൂസ് ടു എസ്റ്റിമേറ്റ് ദി ഇൻവെസ്റ്റേഴ്സ് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ either a security or portfolio of security. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് നോർമലി യൂസ് ചെയ്യുന്നൊരു ടൂളാണ് ഈ CAPM. ഈ CAPM യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടെത്തുന്ന കാര്യം എത്രയാണ്? ഇൻവെസ്റ്റേഴ്സിന് വേണ്ട മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എത്ര? ഇൻവെസ്റ്റേഴ്സിന് വേണ്ട മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എത്ര എന്ന് നമ്മൾ കണ്ടെത്തുന്ന ഒരു ടൂളാണ് CAPM. ആൻഡ് ഇതാണ് നമ്മുടെ CAPM കണ്ടെത്താനുള്ള നമ്മുടെ ഇക്വേഷൻ. ഇറ്റ്സ് വെരി ഈസി ഇക്വേഷൻ. R = RF + ബീറ്റ × RM - RF. ഇറ്റ്സ് അവർ ഇക്വേഷൻ. എന്താ നമ്മുടെ ഇക്വേഷൻ? R = RF + ബീറ്റ × RM - RF. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ വെറുതെ അങ്ങനെ പഠിക്കുന്നതിന് പകരം നമ്മൾ ഡെഫിനറ്റ്ലി അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് ഇതിലുള്ള ഓരോ ടോപ്പിക്സ്, ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണ്. സോ നമ്മളിവിടെ കണ്ടെത്തുന്ന R എന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി റിട്ടേൺ. അതാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ഓക്കെ, ഇവിടെയുള്ള RF നമ്മൾ തൊട്ടുമ്പോൾ പഠിച്ചിട്ടില്ലേ? US ട്രഷറി ബില്ല് ഇല്ലേ? അതല്ല ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. ആ ഒരു US ട്രഷറി ബില്ലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ഏൺ ചെയ്യാം. ഏറ്റവും റിസ്ക് കുറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടുന്ന റിട്ടേണാണ് നമ്മൾ RF എന്ന് പറയുന്നത്, അഥവാ റിസ്ക് ഫ്രീ റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ US ട്രഷറി ബില്ലിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എത്രയാണോ അതാണ് നമ്മുടെ RF. ഓക്കെ, പിന്നെ ബീറ്റയെ പറ്റിയിട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പഠിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ റിസ്ക് ഡിനോട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ബീറ്റ. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ ഇപ്പോൾ ഇത്ര മാത്രം മനസ്സിലാക്കിക്കുക, ബീറ്റ എന്താണ്? റിസ്ക് കാണിച്ചു തരുന്നതാണ് ബീറ്റ. ദെൻ RM, മാർക്കറ്റിലുള്ള റേറ്റ് ഓഫ് റിട്ടേൺ എത്ര, മാർക്കറ്റിൽ നോർമലി എത്രയാണ് കൊടുക്കുന്നത് എന്നുള്ളതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് RM. Then what's RF? Again, that's the risk free എന്ന് വെച്ചാൽ US T ബില്ലിൻ്റെ റിട്ടേൺ ആണ് RF. ഓക്കെ, ഇനി ജസ്റ്റ് ചെറിയൊരു കാര്യങ്ങളിലേക്ക് പോവുകയാണ്. മാർക്കറ്റ് റിസ്ക് പ്രീമിയം എന്താണെന്നാണ് എന്ന് വെച്ചാൽ RM - RF ചെയ്തിട്ട് കിട്ടുന്നതിനാണ് എന്ത് പറയുന്നത്? മാർക്കറ്റ് റിസ്ക് പ്രീമിയം. ഓക്കെ, മാർക്കറ്റ് റിസ്ക് പ്രീമിയം എന്ന് വെച്ചാൽ RM - RFനെയാണ് എന്ത് പറയുന്നത്? മാർക്കറ്റ് റിസ്ക് പ്രീമിയം. ഇനി അതേപോലെ തന്നെ സ്റ്റോക്കിൻ്റെ റിസ്ക് പ്രീമിയം കാണാൻ പറ്റും. ഈ RM - RF ഇല്ലേ, ഇത് ബീറ്റ × RM - RF ആക്കിയാൽ സ്റ്റോക്കിന് കിട്ടും. ഓക്കെ, എന്ന് വെച്ചാൽ സ്റ്റോക്കിൻ്റെ ബീറ്റ എടുത്തിട്ട് RM - RF ഇത് എന്ത് കിട്ടും? നിങ്ങൾക്ക് സ്റ്റോക്കിൻ്റെ റിസ്ക് പ്രീമിയം കിട്ടും. ഓക്കെ, നൗ ലെറ്റ്സ് ഡു എ ക്വസ്റ്റ്യൻ റിലേറ്റിംഗ് ടു ദ CAPM കാൽക്കുലേഷൻ. ഈ ഒരു കാൽക്കുലേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെ CAPM നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യും. ഇറ്റ്സ് വെരി ബേസിക് ആൻഡ് ഇറ്റ്സ് ഈസി. ഓക്കെ, calculate the CAPM. Finance company is having a beta of 1.1. Okay, the beta is 1.1. The risk-free rate of US Treasury bill is 2%. US T bill rate 2% ആണ്. And the investors expect a market rate of return of 7%. Okay, ഇൻവെസ്റ്റേഴ്സിനുള്ള റിട്ടേൺ എത്രയാണ്? 7%. സോ നമുക്ക് എന്ത് ചെയ്യണം? ഇതൊന്ന് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻ ഇതായിരുന്നു. R = RF + ബീറ്റ × RM - RF. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ബീറ്റ × RM - RF. സോ നമുക്കിവിടെ ക്ലിയർ ആയിട്ട് ഓരോന്നും എഴുതി വെക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ പേഴ്സൻറ്റേജ് ഉള്ളതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ഡെസിമൽസ് എടുക്കണ്ട. CAPM കാൽക്കുലേഷനിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഹോൾ നമ്പർ എടുത്താൽ മതി. ഒരിക്കലും നിങ്ങൾക്ക് തെറ്റാൻ പോകുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ബുക്കിലൊക്കെ നിങ്ങൾക്ക് ഡെസിമൽസ് എടുക്കുന്നതായിട്ടായിരിക്കും കാണാൻ പറ്റുക. ബട്ട് ട്രസ്റ്റ് മീ, എന്തെടുത്താൽ മതി? ഹോൾ നമ്പേഴ്സ് എടുത്താൽ മതി, നിങ്ങൾ തെറ്റില്ല. സോ R = എത്ര എവിടുത്തെ ട്രഷറി ബില്ല് റിസ്ക് ഫ്രീ റേറ്റ് എത്രയാണ്? 2 ആണ്. 2 + ബീറ്റ എത്രയാണ്? 1.1. ഓക്കെ, ബീറ്റ എത്രയാണ്? 1.1. ഓക്കെ,
ആൻഡ് ഇൻറ്റു RM മൈനസ് RF. RM എത്രയാണ്? 7 ആണ്. മൈനസ് RF എത്രയാണ്? 2 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ചെയ്യേണ്ടത്. RM മൈനസ് RF. ഓക്കെ, സോ 7 minus 2 which is 5. Okay, which is 5. 5 into 1.1. Okay, ഞാൻ വേണമെന്ന് ഇവിടെ എഴുതി തരാം. Equals 2 plus 1.1 into 5. Okay, so 5 into 1.1 which is 5.5 plus 2 that is 7.5. എത്രയാണ്? 7.5. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം എന്താണ്? ഈ ഒരു വിനാൻസ് എന്ന് പറയുന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് നമ്മൾ കൊടുക്കേണ്ട മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ആണ് 7.5%. ഓക്കെ, കൊടുക്കേണ്ട മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ആണ് 7.5%. ഓക്കെ, ദാറ്റ്സ് വാട്ട് ദിസ് CAPM ഗീവ്സ് us. ഓക്കെ, ഇൻവെസ്റ്റർക്ക് എത്ര ആണ് നമ്മൾ കൊടുക്കേണ്ട മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എന്നാണ് CAPM നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ബീറ്റ എന്നും അതുപോലെ ബീറ്റ എന്നും അതേപോലെ ഇതെങ്ങനെയാണ് ആക്ച്വൽ മാർക്കറ്റിൽ നമുക്ക് എഫക്റ്റ് ചെയ്യുന്നതെന്നും ആക്ച്വൽ മാർക്കറ്റിൽ എങ്ങനെയാണ് ബീറ്റയുടെ എഫക്റ്റ് വരുന്നതെന്നും അതേപോലെ ബീറ്റയെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്. ഡെഫിനറ്റ്ലി നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനും കുറേ ക്വസ്റ്റ്യൻ പ്രാക്ടീസസും ഉണ്ട്. ഓക്കെ, സോ നമ്മൾ വരും ക്ലാസ്സുകൾ കണ്ടിന്യൂഡ് ക്ലാസ്സുകളിലായിരിക്കും അതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവുക, ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്.